ഇപ്പം കോട്ടയം സ്നേഹക്കൂട്ടിലാണ്. സ്നേഹക്കൂട്ടില നിഷയുടെ സ്നേഹക്കൂടാ. സ്നേഹക്കൂടാണ്. നിഷ സ്നേഹമുള്ള ആളാണോ? സ്നേഹമുള്ള ആളാണ്. അമ്മച്ചി എങ്ങനെ അവിടെ വന്ന് വെട്ടത്? ഞാൻ അവിടെ വന്ന് വെട്ടത് എന്റെ മക്കളെ ഒരു കുഴപ്പം കൊണ്ടാണ് ഞാൻ പോന്നത്. 2 ആണും 1 പെണ്ണും. പല കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പം എന്നെ അവർക്ക് വേണ്ട വേണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും കൊണ്ടാക്കുക, നിന്നോളാന്ന് പറഞ്ഞു. അതനുസരിച്ച് എന്നെ കൊണ്ടാക്കാൻ പറഞ്ഞു, എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറഞ്ഞു. അതെയാണ് ഞാൻ പറഞ്ഞത്. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. ഒരു കല്യാണം കഴിച്ചവരാണോ? കല്യാണം കഴിച്ച അവർക്ക് മക്കൾ ആയവരാ. കുട്ടികളുണ്ട്. മോക്ക് 2 പെൺപിള്ളേരാ. അത് മൂത്ത പെൺകൊച്ചു എന്നെ കല്യാണം കഴിച്ചു. അവിടെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുന്നത്. ഞാൻ ആരോടും മോളോടും പറഞ്ഞില്ല, പറയാതെയാണ് ഞാൻ പോകുന്നത്. ഈ 3 മക്കള് 3 3 വീട്ടിലാണോ? 3 പേര് 3 അമ്മച്ചിയുടെ ഭർത്താവോ? എന്റെ ഭർത്താവ് മരിച്ചിട്ട് 51 വർഷം കഴിഞ്ഞു. അപ്പൊ ഇവരെ വളർത്തിയതൊക്കെ അമ്മച്ചി തന്നെയായിരുന്നു? ഞാൻ തന്നെയാണ്. അമ്മച്ചി ജോലി എടുത്ത് വളർത്തിയാണോ? ഞാൻ പാറപ്പടയിൽ പോയി ഓരം മെടഞ്ഞും മണ്ണിയൊന്നും വഴിപ്പടിക്ക് പോയി ഒക്കെ ഞാൻ വളർത്തിയതാണ്. നമുക്കൊക്കെ നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ? ഇവര് അമ്മച്ചിയോട് പറഞ്ഞോ നമുക്ക് അമ്മച്ചിയെ കൂടെ നിർത്താൻ പറ്റുന്നില്ലെന്ന് ഈ മക്കള് പറഞ്ഞോ? അവരൊന്നും പറയുന്നില്ലല്ലോ. അവരവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കുന്നു. എനിക്ക് പിന്നെ അങ്ങനെയുള്ള മക്കൾ എന്തിനാ? ഓക്കെ. അത് അമ്മച്ചിക്ക് അത് ബോധ്യപ്പെട്ട എങ്ങനെയാ? ബോധ്യപ്പെട്ടത് ഓരോരോ സവാരികൾക്കും ആണ്ടിരിക്കുന്നു, തേണ്ടിരിക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു എന്നാ പറയുന്നത്. നമുക്ക് കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് കൊണ്ട് കൈ തരണോ? വരുവാൻ ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത്. അമ്മച്ചി പിന്നെ അന്വേഷിച്ചോ ആരെങ്കിലും വഴിയവരെ? ഞാൻ ആരെയും അന്വേഷിക്കുന്നില്ല. എന്നെ വേണ്ടതുവരെ ഞാൻ എന്താ അന്വേഷിക്കുന്നേ? എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവരോട് അമ്മച്ചിക്ക് നല്ല ദേഷ്യമുണ്ട് ഇപ്പോ. എനിക്ക് ദേഷ്യമുണ്ട്. അവരിപ്പോ കേട്ടോണ്ടിരിക്കുക. കേട്ടോണ്ടിരുന്നോണ്ട് കവിളത്തിന് ഒരെണ്ണം കൊടുത്താലോ? അങ്ങനെ കൊടുക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? നന്നായി, അതാ വേണ്ടത്. ഇവനെയൊക്കെ വളർത്തി വിട്ടല്ലേ ഒരെണ്ണം ഇടത്തേക്ക് അടിക്കാവോ അമ്മച്ചി? അല്ല, ഇടത്തേക്കല്ല, കല്ല് പിടിച്ച കൈക്ക് വേണം അടിക്കാൻ. അതാണോ? കരിങ്കല്ല് പിടിച്ച കൈക്ക് തന്നെ വേണം അടിക്കാൻ. അടി അത് 3 എണ്ണത്തിന് ഓരോന്ന് കൊടുക്കണം. ഞാൻ അവരെ കണ്ട് ഒന്ന് പറഞ്ഞാലോ? അവരെ പറഞ്ഞാൽ ഞാൻ പോകട്ടെ സാറേ. നീ തിരിച്ചു പോകില്ലേ? തിരിച്ചു പോകുക. ഇവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കിയാലും ഞാൻ പോകത്തില്ല, അത്രേ ഉള്ളൂ. ഈ നിഷയുടെ കൂടോത്രം വല്ലതും ആണോ? നിഷയുടെ ഒരു കൂടോത്രം അല്ല. അവരെന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്, എന്നെ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. ഞാൻ പല വേദികളിലും ഡാൻസ് കളിക്കുന്നുണ്ടോ? ഈ വേദിയിലും ഞാൻ വന്ന് ഡാൻസ് ചെയ്തോളാം. വേദിയിലും വന്ന് ഡാൻസ് ചെയ്തോളാം. അതെന്തായിരുന്നു അമ്മച്ചി? ഇത് ഐറ്റം വേറെ ഞാൻ അറിഞ്ഞു. അപ്പൊ അമ്മച്ചി ഡാൻസും പാട്ടുമായിട്ട് തകർക്കണം അമ്മച്ചി. കാണണം. ഈ ആ കോമഡിക്കകത്തൊന്ന് ഡാൻസ് കളിച്ച വീട്ടുകാർ അറിഞ്ഞായിരുന്നു? ഈ മക്കൾ അറിഞ്ഞായിരുന്നു? കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ അവർക്ക്? അവർക്ക് ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ ചോദിച്ചിട്ടില്ലോ. ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കാനും പോകുമല്ലോ. ചോദിക്കാനും പോയി. ഇവിടെ വന്നിട്ട് 3 വർഷം. ഈ 3 വർഷക്കാലമായിട്ട് ഞാൻ ഇതുവരെ എന്റെ വീടൊന്നും ഓർത്ത് ഞാൻ പോയിട്ടില്ല.